ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ തുറന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് 115-ാം ദിവസം പിന്നിടുകയാണ്. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യമായിട്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ വരുമ്പോൾ അതിനോട് ഏറ്റവും അനുഭാവപൂർണ്ണമായ ഒരു സമീപനമാണ് ഒരു ഗവൺമെൻറ് കൈക്കൊള്ളേണ്ടത്. 116 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പം ഈ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ആശാവർക്കർമാരെ എത്തിച്ചിരിക്കുന്നത്. ഒരു സമരത്തോട് ഗവൺമെൻറ്, ഈ സമരത്തോട്, ഈ സ്ത്രീ പ്രക്ഷോഭണത്തോട് സർക്കാർ കാണിക്കുന്ന മനോഭാവം, അവരുടെ നിലപാട് അത് ചോദ്യം ചെയ്യും. അതിൻ്റെ പ്രതികരണം നിലമ്പൂരിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. കേരളത്തിലെമ്പാടും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ് നിലനിൽക്കുന്നത്. എന്തായാലും CPM പറയുന്നു, വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എണ്ണിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ ജയിക്കും എന്നാണ് പറയുന്നത്. അതേസമയം തന്നെയാണ് ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ തുറന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് 115-ാം ദിവസം പിന്നിടുകയാണ്. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രാവശ്യം നിലമ്പൂരിൽ സീറ്റ് പിടിക്കുമെന്നാണ് CPM പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ആശാ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെൻറ് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യമായിട്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ വരുമ്പോൾ അതിനോട് ഏറ്റവും അനുഭാവപൂർണ്ണമായ ഒരു സമീപനമാണ് ഒരു ഗവൺമെൻറ് കൈക്കൊള്ളേണ്ടത്. ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട അളവുകോലാണ് ആ നാട്ടിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര ജീവിച്ചു പോകാനെങ്കിലും ആവശ്യമായ വേതനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഓണറേറിയം വെട്ടിക്കുറച്ചിരിക്കുകയാണല്ലേ പുതുക്കിയതിൽ നിന്നും? അതെ, ഞങ്ങൾ ആവശ്യപ്പെട്ട വേതനം 21,000 രൂപയാണ് മിനിമം വേതനം. LDFൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവർ തന്നെ പ്രഖ്യാപിച്ച്, അവർ തന്നെ വാഗ്ദാനം ചെയ്ത് 21,000 രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതായത് ഒരു ദിവസം 700 രൂപ. അത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു സർക്കുലർ ഇറക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വേതനത്തിനുള്ള, ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ 10 ഒഴിവാക്കിയെന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഏറ്റവും താഴെ കാണിച്ചത് ഈ ഓണറേറിയത്തെ ഇൻസെൻറ്റീവുമായിട്ട് കൂട്ടിക്കെട്ടി, ഇൻസെൻറ്റീവ് വേരിയബിൾ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻസെൻറ്റീവ് 500 രൂപയിൽ താഴെയാണെങ്കിൽ ഓണറേറിയം പകുതിയായിട്ട് വെട്ടിക്കുറയ്ക്കും എന്നുള്ളൊരു ക്ലോസ് ഉണ്ടായിരുന്നു. ആ ക്ലോസ് ഞങ്ങൾ ആ സമയത്ത് തന്നെ, ഈ സർക്കുലർ ഇറങ്ങിയ സമയത്ത് തന്നെ മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങളതൊന്നും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല, അതൊക്കെ അസ്ഥാനത്താണെന്നാണ്, നിങ്ങളുടെ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ മാസം മുതൽ അത് നടപ്പിലാക്കിയിരിക്കുന്നു. 100 കണക്കിന് ആശാവർക്കർമാർക്ക്, ഏതാണ്ട് പകുതിയോളം ആശാവർക്കർമാർക്ക് നേരെ ഓണറേറിയം 7,000 ഉണ്ടായിരുന്നത് 3,500 വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇവർ ഈ സമരത്തെ നേരിടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആശാവർക്കർമാർക്ക് 13,500 രൂപയാണ് കിട്ടുന്നത്, പിന്നെ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. ഇപ്പം ഈ ഏപ്രിൽ മാസം കിട്ടിയിരിക്കുന്നത് 3,500 രൂപയാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഒരു ദിവസം 233 രൂപയ്ക്ക് പണിയെടുക്കേണ്ട ആളുകളാണ് ഞങ്ങൾ നാരായണം. ഇപ്പോൾ വന്നിരിക്കുന്നത് 233 അല്ല, 116 രൂപയാണ് കിട്ടുന്നത്. അതിന് നേർ പകുതിയല്ലേ ഉള്ളൂ. 7,000 കിട്ടുമ്പോഴാണ് ഞങ്ങൾ 233 പറഞ്ഞത്. 116 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പം ഈ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ആശാവർക്കർമാരെ എത്തിച്ചിരിക്കുന്നത്. അവരുടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത്. ഇപ്പോൾ ഈ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വോട്ട് പിടിക്കുക എന്ന് നിലമ്പൂരിൽ പറയുന്നു. ഈ ആശാവർക്കർമാരുടെ വിഷയം ഈ നിലമ്പൂർ ഇലക്ഷനിൽ ചർച്ചയാകുമോ? എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും ചർച്ചയാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് ഒട്ടും അപ്രധാനമല്ലാത്ത ചർച്ചാ വിഷയമാവും. കാരണം കേരളത്തിൽ പോരാടുന്ന ആളുകളോട് ജനങ്ങൾക്കുള്ള മനോഭാവം അതാണ്. ഞങ്ങൾ സമരയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രാപ്പകൽ സമരയാത്ര. കാസർഗോഡ് നിന്നും ഇന്ന് 31ാമത്തെ ദിവസമാണ്. കോട്ടയത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെ അത് ആലപ്പുഴയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 ഡിസ്ട്രിക്റ്റും കടന്നു വരുമ്പോൾ, ജില്ലകളും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആവേശം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പിന്തുണ
ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അത് കാണിക്കുന്നത് ഈ സമരത്തോട് എന്തെന്നില്ലാത്ത ജനങ്ങളുടെ ഒരു വികാര വായ്പാണ് കാണുന്നത്. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇത് ചെയ്യുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ റോഡിലിറങ്ങി ഞങ്ങൾ പദയാത്രയായിട്ട് നഗരത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ രണ്ട് സൈഡുകളിലും വീട്ടമ്മമാർ വന്ന് കൂടി നിൽക്കുകയാണ് ഞങ്ങളുടെ ഈ സമരവും. ശ്രീമതി എം എ ബിന്ദുവിനെ കാണാനും ഈ സമരം നേതൃത്വം കൊടുക്കുന്ന ലീഡർഷിപ്പിനെ കാണാനും വേണ്ടിയിട്ടൊക്കെ അത്രമാത്രം വികാര വായ്പോടു കൂടിയാണ് വരുന്നത്. ആളുകൾ പാട്ടപ്പിരിവ് നടത്തിയിട്ട് പൈസ തരുന്നു, ഹാരമണിയിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ ഇതും ഇത് കാണാനുണ്ട്. അതുകൊണ്ട് കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഒരു സമരത്തോട് ഗവൺമെൻറ് ഈ സമരത്തോട് ഈ സ്ത്രീ പ്രക്ഷോഭണത്തോട് സർക്കാർ കാണിക്കുന്ന മനോഭാവം, അവരുടെ നിലപാട് അത് ചോദ്യം ചെയ്യും. അതിൻ്റെ പ്രതികരണം നിലമ്പൂർ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞത് 232 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 116 രൂപയായിരിക്കുകയാണ്. 3500 രൂപ കൊടുക്കുമ്പോൾ ഒരു ആശയ്ക്ക് കിട്ടുന്ന അതാണ്. ഒരാശ എങ്ങനെ 116 രൂപ കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കും എന്ന് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ യാത്ര സമാപിക്കുന്നത്? യാത്ര 14-ാം തീയതി, ജൂൺ 14-ാം തീയതി തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇവിടെ അവസാനിക്കുന്നത് ജൂൺ 18-നാണ്. അന്നൊരു മഹാ റാലിയായിട്ടായിരിക്കും അതുണ്ടാവുക. കേരളത്തിലെ മുഴുവൻ ആശമാരും അതിലുണ്ടാവും. അതിനോടൊപ്പം അതിനെ പിന്തുണയ്ക്കുന്ന ബഹുജനങ്ങളും സാമൂഹ്യ സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തകരും ഒക്കെ അതിലുണ്ടാവും. എന്തായാലും ദിവസം 232 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ആശാ വർക്കർമാർക്ക് ഇപ്പോൾ വെറും 116 രൂപയാണ് ലഭിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഈ ഒരു ആശാ വർക്കർമാരുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ആശാ വർക്കർമാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. നമ്മളോടിപ്പോൾ പ്രതികരിച്ചത് ആശാ സമരത്തിൻ്റെ സമര നേതാവായ VK സദാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഇത് നമുക്ക് വ്യക്തമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.